Welcome to a video tutorial about the story The Snake and the Mirror, which is the second lesson in the 10th standard English textbook. 10ാം ക്ലാസ് ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ രണ്ടാം അധ്യായമായ ദ സ്നേക്ക് ആൻഡ് ദ മിറർ എന്ന ചെറുകഥ സംബന്ധിച്ച ഒരു വീഡിയോ ട്യൂട്ടോറിയലിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കാദ്യം ഈ ചെറുകഥയുടെ രചയിതാവിനെ ഒന്ന് പരിചയപ്പെടാം. വൈക്കം മുഹമ്മദ് ബഷീർ 1908 to 1994, who is fondly remembered as Beppu Sultan, is a humanist, freedom fighter, novelist and short story writer hailing from Kerala. 1908 ജനിച്ച് 1994 മരണമടഞ്ഞ നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീർ, അദ്ദേഹം സർവ്വ ജനങ്ങളാലും വളരെ ആദരപൂർവ്വം ബേപ്പൂർ സുൽത്താൻ എന്ന പേരിലാണ് സ്മരിക്കപ്പെടുന്നത്. അദ്ദേഹം ഒരു തികഞ്ഞ ഹ്യൂമനിസ്റ്റ്, മനുഷ്യസ്നേഹിയും മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട വ്യക്തിത്വവുമായിരുന്നു. അതോടൊപ്പം തന്നെ ഫ്രീഡം ഫൈറ്റർ, നോവലിസ്റ്റ് ആൻഡ് ഷോർട്ട് സ്റ്റോറി റൈറ്റർ. അദ്ദേഹം ഒരുപാട് നോവലുകളും ചെറുകഥകളും എഴുതിയ ഒരു സ്വതന്ത്ര സമര സേനാനിയും കൂടിയായ മലയാളിയായിരുന്നു. He is noted for his disarmingly down-to-earth style of writing that made him equally popular among literary critics as well as the common man. അദ്ദേഹം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ രചനാ ശൈലി കൊണ്ടാണ്. വളരെ രസകരവും എന്നാൽ ഡൗൺ ടു എർത്ത് സ്റ്റൈൽ, വളരെയധികം ലാളിത്യം നിറഞ്ഞതുമായ ഒരു രചനാ ശൈലിയായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം സാഹിത്യ വിമർശകർക്കിടയിലും സാധാരണ ജനങ്ങൾക്കിടയിലും വളരെയധികം പോപ്പുലർ, വളരെയധികം ശ്രദ്ധ നേടിയ ഒരു വ്യക്തിത്വമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കൃതികളാണ് ബാല്യകാലസഖി, ശബ്ദങ്ങൾ, പാത്തുമ്മയുടെ ആട്, മതിലുകൾ, എൻ്റെ ഉപ്പൂപ്പാക്കൊരാനുണ്ടായിരുന്നു, ജന്മദിനം, അനർഘ നിമിഷം തുടങ്ങിയവ. He was awarded the Padma Shri in 1982. 1982 അദ്ദേഹത്തിന് പത്മശ്രീ പുരസ്കാരം ലഭിച്ചു. ഇനി നമുക്ക് കഥയിലേക്ക് പോകാം. ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, ഈ കഥയിലെ പ്രധാന കഥാപാത്രം, സെൻട്രൽ ക്യാരക്ടർ, അതല്ലെങ്കിൽ പ്രൊട്ടാഗണിസ്റ്റ് എന്നുള്ളത് ഒരു ഹോമിയോപ്പത്താണ്. ഹോമിയോപ്പത്സ് എന്ന് പറഞ്ഞാൽ ഹോമിയോപ്പതി എന്നുള്ള മെഡിസിൻ ശാഖയിൽ പ്രവർത്തിക്കുന്ന വ്യക്തി, പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർ എന്നൊക്കെയാണ് അർത്ഥം. അതുകൊണ്ട് ഹോമിയോപ്പത്സ് എന്ന് പറയുമ്പോൾ പിന്നെ അതിൻ്റെ കൂടെ ഡോക്ടർ എന്ന് ചേർക്കരുത്. മറ്റൊരു കാര്യം, ഈ കഥ ഒരു തേർഡ് പേഴ്സണിൽ നമ്മുടെ ഓഥർ ഒന്ന് പരിചയപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത്. പിന്നീട് കഥ പുരോഗമിക്കുന്നത് സെൻട്രൽ ക്യാരക്ടറായ ഹോമിയോപ്പത്സ് അദ്ദേഹത്തിൻ്റെ സ്വന്തം കഥ പറയുന്ന പോലെ ഒരു ഫസ്റ്റ് പേഴ്സൺ നറേഷനാണ്. കഥ അവസാനിപ്പിക്കുന്ന ഭാഗത്ത് മാത്രമാണ് വീണ്ടും ഓഥർ പ്രത്യക്ഷപ്പെടുന്നത്. നമുക്ക് കഥയിലേക്ക് പോകാം. Has a snake ever coiled itself around any part of your body? A full-blooded cobra? ഇവിടെ ഹോമിയോപ്പത്സ് ചോദിക്കുന്ന രണ്ട് ചോദ്യങ്ങളാണിത്. എപ്പോഴെങ്കിലും ഒരു പാമ്പ് നിങ്ങളുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് കോയിൽഡ്, ചുറ്റിയ ഒരു അനുഭവം നിങ്ങൾക്കുണ്ടോ? ഒരു പാമ്പെന്ന് പറയുമ്പോൾ എ ഫുൾ ബ്ലഡഡ് കോബ്ര, നല്ല ആരോഗ്യമുള്ള ഒരു കോബ്രയാണത്. അങ്ങനെയുള്ളൊരു പാമ്പ് ചുറ്റിയ അനുഭവമുണ്ടോ? ഫുൾ ബ്ലഡഡ് എന്ന് പറയുമ്പോൾ പൂർണ്ണ രക്തമുള്ള എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഹെൽത്തി ആൻഡ് യങ്, വളരെ ആരോഗ്യമുള്ള ഒരു പാമ്പ്. ഈ ചോദ്യം കേട്ടപ്പോൾ ഓൾ ഓഫ് us felt silent. ഞങ്ങളെല്ലാവരും നിശബ്ദരായി. നിശബ്ദതയിലേക്ക് വീണു എന്ന് പറയുമ്പോൾ ഞങ്ങളെല്ലാവരും നിശബ്ദരായി കേട്ടിരുന്നു. കാരണം ഒരു പേടിപ്പെടുത്തുന്ന ചോദ്യമാണല്ലോ ചോദിച്ചത്. ഇവിടെയാണ് ഓൾ ഓഫ് us എന്ന് പറയുന്ന ഒരു പരാമർശം നമ്മുടെ ഓഥർ, നമ്മുടെ എഴുത്തുകാരനും കൂടെ ചേരുന്ന ഒരു സൗഹൃദ വലയം ഇവിടെ ഉണ്ട്. അതിൽപ്പെട്ട ഡോക്ടറാണ് ഈ ചോദ്യം ചോദിച്ചത്. ബാക്കി ഉള്ള എല്ലാവരും ശ്രോതാക്കളാണ്. ഞങ്ങളെല്ലാവരും സൈലന്റ് ആയിട്ട് ഇരുന്നു. ദ ക്വസ്റ്റ്യൻ കെയിം ഫ്രം ദ ഹോമിയോപ്പത്സ്. ഈ ചോദ്യം ഉയർന്നു വന്നത് ഹോമിയോപ്പത്സ് എന്നുള്ള കഥാപാത്രത്തിൽ നിന്നാണ്. ദ ടോപ്പിക് കെയിം അപ്പ് വെൻ വി വർ ഡിസ്കസിങ് സ്നേക്സ്. ഇങ്ങനെ ഒരു പാമ്പിനെ കുറിച്ചുള്ള ഒരു ചോദ്യം വരാനുള്ള കാരണം, ഞങ്ങൾ അപ്പോൾ സുഹൃത്തുക്കളെല്ലാം കൂടെ കൂടിയിരുന്ന് ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ടോപ്പിക്, വിഷയം പാമ്പുകളായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യം ഉയർന്നു വന്നത്. വി ലിസൺഡ് അറ്റൻറ്റീവ്ലി. ഞങ്ങൾ എല്ലാവരും ശ്രദ്ധാപൂർവം കേട്ടിരുന്നു. ആസ് ദ ഡോക്ടർ കണ്ടിന്യൂഡ് വിത്ത് എ ടെയിൽ. നമ്മുടെ ഹോമിയോപ്പത്ത് എന്നുള്ള ആ വ്യക്തി, ആ ഡോക്ടർ, അദ്ദേഹത്തിൻ്റെ കഥ തുടർന്നപ്പോൾ, ടെയിൽ എന്ന് പറഞ്ഞാൽ സ്റ്റോറി. It was a hot summer night about 10 o'clock. നല്ല ഉഷ്ണമുള്ള
ഒരു സമ്മർ കാലം, ഒരു വേനൽക്കാലം, ഏകദേശം രാത്രി 10 മണി സമയമായിട്ടുണ്ടായിരുന്നു. ഐ ഹാഡ് മൈ മീൽ അറ്റ് ദ റെസ്റ്റോറൻറ്റ് ആൻഡ് റിട്ടേൺ ടു മൈ റൂം. ഞാൻ എൻ്റെ രാത്രി ഭക്ഷണം ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിച്ച് എൻ്റെ റൂമിലേക്ക് തിരിച്ചെത്തി. ഹാഡ് മൈ മീൽ എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിച്ചു എന്നാണ് അർത്ഥം. ഹാഡ് ഇവിടെ ഒരു മെയിൻ വേർബാണ്. ഈറ്റ് എന്നതിൻ്റെ പാസ്റ്റ് ടെൻസ് എറ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഐ ഹേർഡ് എ നോയ്സ് ഫ്രം എബവ് ആസ് ഐ ഓപ്പൺ ദ ഡോർ. ഞാൻ റൂമിലെത്തി വാതിൽ തുറന്നപ്പോൾ മുകളിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. മുകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ റൂഫ്, മേൽക്കൂരയിൽ നിന്ന് ശബ്ദം കേട്ടു. ദ സൗണ്ട് വാസ് എ ഫാമിലിയർ വൺ. എന്നാൽ ആ ശബ്ദം എനിക്ക് നല്ല പരിചയമുള്ള ശബ്ദമായിരുന്നു. ഫാമിലിയർ ആയിരുന്നു, പരിചയമുള്ളതായിരുന്നു. വൺ കുഡ് സേ ദാറ്റ് റാറ്റ്സ് ആൻഡ് ഐ ഷെയർഡ് ദ റൂം. ഒരാൾ ഒരുപക്ഷെ പറഞ്ഞേക്കാം, അതല്ലെങ്കിൽ ആരും പറഞ്ഞേക്കാം, ഞാനും എലികളും റൂം പങ്കുവെച്ചാണ് ജീവിച്ചിരുന്നത് എന്നുള്ളത്. എന്ന് വെച്ചാൽ ഞാനും എലികളും റൂംമേറ്റ്സ് ആയിരുന്നു എന്ന് കാണുന്ന ആരും പറഞ്ഞേക്കാം. വൺ എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡെഫിനിറ്റ് പ്രോനൗൺ ആണ്, ഏതൊരാളും എന്നർത്ഥം. ഐ ടുക്ക് ഔട്ട് മൈ ബോക്സ് ഓഫ് മാച്ചസ് ആൻഡ് ലൈറ്റഡ് ദ കെറോസിൻ ലാമ്പ് ഓൺ ദ ടേബിൾ. ഞാൻ എൻ്റെ തീപ്പെട്ടി, ബോക്സ് ഓഫ് മാച്ചസ് എന്ന് പറഞ്ഞാൽ മാച്ച് ബോക്സ്, തീപ്പെട്ടി പുറത്തെടുത്തു. ആൻഡ് ലൈറ്റഡ്, തെളിച്ചു, കത്തിച്ചു. ലൈറ്റഡ് എന്നുള്ളതിന് മറ്റൊരു പാസ്റ്റ് ഫോം കൂടെ ഉണ്ട്, ലിറ്റ്, LIT. ഞാൻ ഏതായാലും മേശപ്പുറത്തുണ്ടായിരുന്ന ഒരു കെറോസിൻ ലാമ്പ് എടുത്ത് കത്തിച്ചു. കെറോസിൻ ലാമ്പ് എന്ന് പറഞ്ഞാൽ മണ്ണെണ്ണ വിളക്ക്. ദ ഹൗസ് വാസ് നോട്ട് ഇലക്ട്രിഫൈഡ്. ഞാൻ താമസിച്ചിരുന്ന ആ വീട് അത് ഇലക്ട്രിഫൈഡ് ആയിരുന്നില്ല, വൈദ്യുതീകരിച്ച ഒന്നായിരുന്നില്ല. ഇറ്റ് വാസ് എ സ്മോൾ റെന്റഡ് റൂം. അതൊരു കൊച്ചു വാടക മുറിയായിരുന്നു. ഐ ഹാഡ് ജസ്റ്റ് സെറ്റ് അപ്പ് മെഡിക്കൽ പ്രാക്ടീസ് ആൻഡ് മൈ ഏർണിങ്സ് വർ മീഗർ. ഞാൻ ഈ അടുത്ത കാലത്താണ് എൻ്റെ മെഡിക്കൽ പ്രാക്ടീസ്, ഡോക്ടർ എന്നുള്ള തൊഴിൽ സെറ്റപ്പ് ചെയ്തത്. സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ മേക്ക് റെഡി. ഞാൻ ഇപ്പോഴാണ് അടുത്ത കാലത്താണ് മെഡിക്കൽ പ്രാക്ടീസ് ഒക്കെ റെഡിയാക്കി ഒരു തൊഴിലിലേക്ക് ഇറങ്ങി വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മൈ ഏർണിങ്സ്, എൻ്റെ ഇൻകം വർ മീഗർ, വെരി സ്മോൾ, സില്ലി, വളരെ നിസ്സാരമായ, അതല്ലെങ്കിൽ വളരെ ചെറിയതായിരുന്നു എൻ്റെ വരുമാനം. ഐ ഹാഡ് അബൌട്ട് 60 rupees ഇൻ മൈ സ്യൂട്ട് കേസ്. എൻ്റെ സ്യൂട്ട് കേസിലാകെ 60 രൂപയാണ് ഉണ്ടായിരുന്നുള്ളത്. along with some shirts and dhotis. അതോടൊപ്പം തന്നെ കുറച്ച് ഷർട്ടുകളും മുണ്ടുകളും, ധോത്തീസ് എന്ന് പറഞ്ഞാൽ മുണ്ടുകൾ, ഇതാണ് ഉണ്ടായിരുന്നത്. ഐ ഓൾസോ പൊസസ്ഡ് വൺ സോളിറ്ററി ബ്ലാക്ക് കോട്ട് വിച്ച് ഐ വാസ് ദെൻ വിയറിംഗ്. എനിക്ക് പിന്നെ ഉണ്ടായിരുന്നത് പൊസസ്ഡ്, ഓൺഡ്, സ്വന്തമായിട്ടുണ്ടായിരുന്നത് ഒരു സോളിറ്ററി ബ്ലാക്ക് കോട്ടാണ്, ഒരു ഒറ്റപ്പെട്ട കറുത്ത ഒരു കോട്ട്. ഇവിടെ സോളിറ്ററി എന്ന് പറഞ്ഞാൽ ഏകാന്തത അനുഭവിക്കുന്ന എന്നാണ് ആ പദത്തിന്റെ ശരിയായ അർത്ഥം. ഇതൊരു ബഷീർ ശൈലിയാണ്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ രസകരമായ പദപ്രയോഗങ്ങൾക്ക് ഉദാഹരണമാണിത്. ഒറ്റപ്പെട്ട ഏകാന്തത അനുഭവിക്കുന്ന ഒരു കോട്ടും കൂടെ എനിക്കുണ്ടായിരുന്നു, ഒരു കറുത്ത കോട്ട്. വിച്ച് ഐ വാസ് ദെൻ വിയറിംഗ്. അത് ഞാൻ അപ്പോൾ ധരിച്ചിട്ടുമുണ്ടായിരുന്നു. ഇതായിരുന്നു എൻ്റെ അവസ്ഥ. ഐ ടുക്ക് ഓഫ് മൈ ബ്ലാക്ക് കോട്ട്സ്, വൈറ്റ് ഷർട്ട് ആൻഡ് നോട്ട് സോ വൈറ്റ് വെസ്റ്റ് ആൻഡ് ഹാങ് ദം അപ്പ്. ഞാൻ എൻ്റെ ബ്ലാക്ക് കോട്ട് അഴിച്ചു മാറ്റി, വൈറ്റ് ഷർട്ട്, വെള്ള ഷർട്ടും, അതുപോലെ തന്നെ നോട്ട് സോ വൈറ്റ്, അത്രയൊന്നും വെണ്മയില്ലാത്ത വെസ്റ്റ്, ബനിയൻ, ഇതെല്ലാം ഞാൻ അഴിച്ചു മാറ്റി. ആൻഡ് ഹാങ് ദം അപ്പ്, എല്ലാം ഞാൻ വസ്ത്രങ്ങൾ തൂക്കിയിടുന്ന ഹാങ്ങറിലേക്കോ അല്ലെങ്കിൽ അയയിലേക്കോ തൂക്കിയിട്ടു. ഹങ് എന്നുള്ളത് ഹാങ് എന്ന പദത്തിന്റെ പാസ്റ്റ് ഫോമാണ്, തൂക്കിയിട്ടു എന്നർത്ഥം. എന്നാൽ ഹാങ് എന്നതിന് ഹാങ്ഡ് എന്നുള്ള ഒരു നോർമൽ പാസ്റ്റ് ഫോമും കൂടെ ഉണ്ട്, റെഗുലർ ആയിട്ട് ഉപയോഗിക്കുന്ന രൂപത്തിലുള്ള ED പാസ്റ്റ്. പക്ഷെ അതിൻ്റെ അർത്ഥം തൂക്കിക്കൊന്നു അല്ലെങ്കിൽ തൂങ്ങി മരിച്ചു എന്നൊക്കെ ആയിരിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഐ ഓപ്പൺ ദ 2 windows ഇൻ ദ റൂം. എൻ്റെ റൂമിലുണ്ടായിരുന്ന 2 ജനലുകളും ഞാൻ തുറന്നിട്ടു. ഇറ്റ് വാസ് എൻ ഔട്ടർ റൂം. ഇത് ഒരു പുറം റൂമായിരുന്നു, വീടിൻ്റെ അകത്തുള്ള മുറിയല്ല. പുറത്തേക്ക് വാതിലുകളും ജനലുകളും ചുമരുകളെല്ലാം ഉണ്ടായിരുന്ന ഒരു പുറം ഭാഗത്തുള്ള മുറിയായിരുന്നു. വിത്ത് 1 wall ഫേസിംഗ് ദ ഓപ്പൺ യാർഡ്. തുറസായ മുറ്റത്തേക്ക് അഭിമുഖീകരിച്ചുകൊണ്ട് ഒരു ചുമര് ഉള്ള ആ തരത്തിലുള്ള ഒരു മുറിയായിരുന്നു ഇത്. ഇറ്റ് ഹാഡ് എ ടൈൽഡ് റൂഫ്. ഇതിന് ഓടുമേഞ്ഞ മേൽക്കൂരയായിരുന്നു ഉണ്ടായിരുന്നത്. വിത്ത് ലോങ് സപ്പോർട്ടിംഗ് ഗാബിൾസ്. മേൽക്കൂരക്ക് മുകളിൽ ട്രയാങ്കിൾ ഷേപ്പിൽ, ത്രികോണ ആകൃതിയിലുള്ള ചുമരും ഒരു മേൽക്കൂരയും ഒക്കെ ഉണ്ടായിരുന്ന ഗാബിൾ അതും ഉണ്ടായിരുന്നു. ദാറ്റ് റെസ്റ്റഡ് ഓൺ ദ ബീം ഓഫ് ദ വാൾ. ആ ഗാബിൾ ചുമരിൻ്റെ മുകളിലേക്ക്
മേൽക്കുരയും കഴിഞ്ഞ് അല്പം കൂടെ ഉയർന്നു നിൽക്കുന്ന തൂണുകളിലായിരുന്നു ഈ ഗാബിൾ ഉണ്ടായിരുന്നത്. ഗാബിൾ എന്നതിൻ്റെ ഒരു ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് കണ്ട് മനസ്സിലാക്കുക. There was no ceiling. റൂമിന് സീലിംഗ് ഉണ്ടായിരുന്നില്ല. There was a regular traffic of rats to and from the beam. അതുകൊണ്ട് തന്നെ മേൽക്കുരക്ക് മുകളിലേക്ക് പൊങ്ങി ഗാബിൾ സപ്പോർട്ട് ചെയ്തിരുന്ന ആ ഗാബിൾ നിലനിന്നിരുന്ന തൂണിലൂടെ എലികളുടെ നിരന്തര സഞ്ചാരമുണ്ടായിരുന്നു. ട്രാഫിക് എന്ന് പറഞ്ഞാൽ സഞ്ചാരം, മൂവ്മെന്റ്. ഐ മെയ്ഡ് മൈ ബെഡ് ആൻഡ് പുൾ ടു ക്ലോസ് ടു ദ വാൾ. ഞാൻ എൻ്റെ ബെഡെല്ലാം ശരിയാക്കി അത് ചുമരിൻ്റെ അടുത്തേക്ക് വലിച്ച് അടുപ്പിച്ച് അവിടെ നിവർത്തി. ഐ ലേ ഡൗൺ, അങ്ങനെ ഞാൻ കിടന്നു. ബട്ട് ഐ കുഡ് നോട്ട് സ്ലീപ്, എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഐ ഗോട്ട് അപ്പ് ആൻഡ് വെന്റ് ഔട്ട് ടു ദ വെരാന്ത ഫോർ എ ലിറ്റിൽ എയർ. അല്പം കാറ്റ് കിട്ടുന്നതിന് വേണ്ടി ഞാൻ അങ്ങനെ പുറത്ത് വരാന്തയിലേക്ക് ഇറങ്ങിപ്പോയി. ബട്ട് ദ വിൻഡ് ഗോഡ് സീംഡ് ടു ഹാവ് ടേക്കൻ ടൈം ഓഫ്. പക്ഷേ കാറ്റിൻ്റെ ദേവത പണിയെല്ലാം പൂർത്തീകരിച്ച് പോയിട്ടുണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയി. ടേക്കൻ ടൈം ഓഫ് എന്നുള്ളത് ടേക്ക് ടൈം ഓഫ് എന്ന് പറഞ്ഞാൽ ഒരു പണി നിർത്തി പോവുക, തൽക്കാലം ഒരു ഇടവേള എടുക്കുക എന്നൊക്കെ അർത്ഥം വരുന്ന. ഐ വെന്റ് ബാക്ക് ഇൻ ടു ദ റൂം ആൻഡ് സാറ്റ് ഡൗൺ ഓൺ ദ ചെയർ. ഞാൻ മുറിയിലേക്ക് തന്നെ തിരിച്ചു പോയി ഒരു കസേരയിൽ ഇരുപ്പുറപ്പിച്ചു. ഐ ഓപ്പൺ ദ ബോക്സ് ബെനീത് ദ ടേബിൾ. മേശക്കടിയിലുണ്ടായിരുന്ന ഒരു പെട്ടി തുറന്ന് ടുക്ക് ഔട്ട് എ ബുക്ക്, ദ മെറ്റീരിയ മെഡിക്ക. ദ മെറ്റീരിയ മെഡിക്ക എന്ന പേരുള്ള ഒരു മെഡിക്കൽ പുസ്തകം ഞാൻ ആ പെട്ടിയിൽ നിന്ന് പുറത്തേക്കെടുത്തു. ഐ ഓപ്പൺഡ് ഇറ്റ് അറ്റ് ദ ടേബിൾ ഓൺ വിച്ച് സ്റ്റുഡ് ദ ലാമ്പ് ആൻഡ് എ ലാർജ് മിറർ. ആ പുസ്തകം ഞാൻ ആ മേശപ്പുറത്ത് തുറന്നു വെച്ചു. ആ മേശപ്പുറത്ത് തന്നെ ആയിരുന്നു ഒരു വിളക്കും പിന്നെ വലിയ ഒരു കണ്ണാടിയും ഉണ്ടായിരുന്നത്. എ സ്മോൾ കോംബ് ലേ ബിസൈഡ് ദ മിറർ. ആ കണ്ണാടിക്കരികിൽ ഒരു ചെറിയ ചേർപ്പ് കിടന്നിരുന്നു. One feels tempted to look into a mirror when it is near. അരികെ ഒരു കണ്ണാടി ഉണ്ടാകുമ്പോൾ അതിലേക്കൊന്ന് നോക്കാൻ ആർക്കും ഒരു പ്രേരണ, ഒരു താല്പര്യമുണ്ടാകും. Tempted means attracted. I took a look. ഞാനും ഒരു നോട്ടം നോക്കി. Took a look means looked. In those days I was a great admirer of beauty. അക്കാലത്ത് ഞാൻ വലിയൊരു സൗന്ദര്യ ആരാധകനായിരുന്നു. And I believed in making myself look handsome. ഞാനും സ്വയം നല്ല സൗന്ദര്യമുള്ളൊരു വ്യക്തിയായിട്ട് നിലനിൽക്കണമെന്ന് വിശ്വസിച്ചിരുന്നു. എന്നെയും നല്ലൊരു സൗന്ദര്യമുള്ള വ്യക്തിയായിട്ട് നിലനിർത്തണമെന്നായിരുന്നു അന്നത്തെ ചിന്തകൾ. ഐ വാസ് അൺമാരീഡ് ആൻഡ് വാസ് എ ഡോക്ടർ. ഞാൻ അവിവാഹിതനായിരുന്നു, മാത്രമല്ല ഒരു ഡോക്ടറും കൂടെയായിരുന്നു. അൺമാരീഡ് മീൻസ് ബാച്ചുലർ. ഐ ഫെൽറ്റ് ഐ ഹാഡ് ടു മേക്ക് മൈ പ്രസൻസ് ഫെൽറ്റ്. അതുകൊണ്ട് തന്നെ എൻ്റെ സാന്നിധ്യം മറ്റുള്ളവർക്ക് അനുഭവപ്പെടണം. ഞാൻ എവിടെയെങ്കിലും ആൾക്കൂട്ടത്തിലെത്തിയാൽ എല്ലാവരും എന്നെ ശ്രദ്ധിക്കണം, എൻ്റെ സാന്നിധ്യം എല്ലാവർക്കും അനുഭവപ്പെടണം എന്നുള്ള ഒരു ചിന്തയും എനിക്ക് അക്കാലത്തുണ്ടായിരുന്നു. ഇതെല്ലാം ആലോചിച്ച് ഐ പിക്ഡ് അപ്പ് ദ കോം ആൻഡ് റാൻ ഇറ്റ് ത്രൂ മൈ എയർ. മേശപ്പുറത്തുണ്ടായിരുന്ന ചീർപ്പെടുത്ത് എൻ്റെ മുടിനാരുകൾക്കിടയിലൂടെ ഞാനതിങ്ങനെ ഓടിച്ചു. ആൻഡ് അഡ്ജസ്റ്റഡ് ദ പാർട്ടിങ്. എന്നിട്ട് മുടി രണ്ടായി പകുത്ത് ചീകി വെച്ചിരുന്ന ആ പാർട്ടിങ്, ഡിവൈഡഡ് പൊസിഷൻ, പകുത്ത് വെച്ചിരിക്കുന്നത് ഞാൻ ഒന്നുകൂടെ അഡ്ജസ്റ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് വെച്ചു. സോ ദാറ്റ് ഇറ്റ് ലുക്ക്ഡ് സ്ട്രെയിറ്റ് ആൻഡ് നീറ്റ്. അതുകൊണ്ട് തന്നെ മുടികളെല്ലാം വളരെ സ്ട്രെയിറ്റ് ആയിട്ടും അതോടൊപ്പം വളരെ നീറ്റായിട്ടും ഭംഗിയായിട്ടും കാണപ്പെടുകയും ചെയ്തു. ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അഗൈൻ ഐ ഹേർഡ് ദാറ്റ് സൗണ്ട് ഫ്രം എബവ്. മുകളിൽ നിന്ന് വീണ്ടും ആ ശബ്ദം, ഞാൻ മുമ്പ് കേട്ടിരുന്ന ആ ശബ്ദം വീണ്ടും കേട്ടു. ഐ ടുക്ക് എ ക്ലോസ് ലുക്ക് അറ്റ് മൈ ഫേസ് ഇൻ ദ മിറർ. എൻ്റെ മുഖം കണ്ണാടിയോട് അടുപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ മുഖത്തേക്ക് കണ്ണാടിയിലൂടെ നോക്കി. ഐ മെയ്ഡ് ആൻ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ. എന്നിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമെടുത്തു. ഐ വുഡ് ഷേവ് ഡെയിലി ആൻഡ് ഗ്രോ എ തിൻ മസ്റ്റാഷ് ടു ലുക്ക് മോർ ഹാൻസം. ഞാൻ കൂടുതൽ സൗന്ദര്യമുള്ളവനായി കാണപ്പെടുന്നതിന് വേണ്ടി എല്ലാ ദിവസവും ഞാൻ ഷേവ് ചെയ്യും. അതോടൊപ്പം തന്നെ വളരെ തിൻ, വളരെ നേരിയ രൂപത്തിലുള്ള ഒരു മസ്റ്റാഷ്, മീശ വെക്കുകയും ചെയ്യും എന്ന് ഞാൻ തീരുമാനിച്ചു. ഐ വാസ് ആഫ്റ്റർ ഓൾ എ ബാച്ചുലർ ആൻഡ് എ ഡോക്ടർ. എല്ലാത്തിനും പുറമേ ഞാനൊരു ചെറുപ്പക്കാരനാണ്, അതോടൊപ്പം തന്നെ ഒരു ഡോക്ടറും കൂടെയാണ്. ബാച്ചുലർ മീൻസ് അൺമാരീഡ് യങ് പേഴ്സൺ, അവിവാഹിതനായ ചെറുപ്പക്കാരനാണ്.
ഐ ലുക്ക്ഡ് ഇൻ ടു ദ മിറർ ആൻഡ് സ്മൈൽഡ്. ഞാൻ കണ്ണാടിയിലേക്ക് നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ഇറ്റ് വാസ് ആൻ അട്രാക്റ്റീവ് സ്മൈൽ. നല്ല മനോഹരമായ ആകർഷണീയമായ ഒരു ചിരിയായിരുന്നു അത്. ഐ മെയ്ഡ് അനദർ എർത്ത് ഷേക്കിംഗ് ഡെസിഷൻ. ഞാൻ വീണ്ടും ഒരു തീരുമാനമെടുത്തു. പക്ഷേ ഇതൊരു എർത്ത് ഷേക്കിംഗ് ഡെസിഷൻ ആയിരുന്നു. വളരെ കാര്യമാത്ര പ്രസക്തമായ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, സീരിയസ് ആയിട്ടുള്ള ഒരു തീരുമാനമെടുത്തു. ഐ വുഡ് ഓൾവേസ് കീപ് ദാറ്റ് അട്രാക്റ്റീവ് സ്മൈൽ ഓൺ മൈ ഫേസ്. ഈ പുഞ്ചിരി ഞാൻ എപ്പോഴും എൻ്റെ മുഖത്ത് ഇങ്ങനെ കാത്തു സൂക്ഷിക്കും. അതായിരുന്നു ആ എർത്ത് ഷേക്കിംഗ് തീരുമാനം. എന്തിനു വേണ്ടിയിട്ടാണ് എപ്പോഴും പുഞ്ചിരി സൂക്ഷിക്കുന്നത്? ടു ലുക്ക് മോർ ഹാൻസം, കൂടുതൽ സൗന്ദര്യമുള്ള വ്യക്തിയായിട്ട് കാണപ്പെടാൻ. ഐ വാസ് ആഫ്റ്റർ ഓൾ എ ബാച്ചുലർ ആൻഡ് എ ഡോക്ടർ ടു ഓൺ ടോപ്പ് ഓഫ് ഇറ്റ്. എന്തൊക്കെ പറഞ്ഞാലും ഞാനൊരു ബാച്ചുലറാണ്. അതിനൊക്കെ പുറമെ, എല്ലാത്തിനും മുകളിലായിട്ട് ഞാനൊരു ഡോക്ടറും കൂടെയാണ്. എന്ന് വെച്ചാൽ ഇദ്ദേഹം എപ്പോഴും ഇതിങ്ങനെ എടുത്തെടുത്ത് പറയുന്നുണ്ട്. ഒരു ഡോക്ടറാണ്, ചെറുപ്പക്കാരനാണ്, ബാച്ചുലറാണ് എന്നെല്ലാം. എന്ന് വെച്ചാൽ വിവാഹ മാർക്കറ്റിൽ നല്ല സാധ്യതയുള്ള ഒരു ചെറുപ്പക്കാരനാണ്. പ്രൊഫഷൻ ഡോക്ടറാണ്, കാണാൻ ഭംഗിയുള്ള ചെറുപ്പക്കാരനാണ്. ഇത് അദ്ദേഹത്തിൻ്റെ ഒരു സൗന്ദര്യബോധം, ഒരു ആത്മാഭിമാനം എപ്പോഴും ഇങ്ങനെ എടുത്തു പറയുന്ന ഒരു പാർട്ടാണെന്നുള്ളത് ക്യാരക്ടർ സ്കെച്ചൊക്കെ എഴുതുമ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. എഗൻ കെയിം ദ നോയ്സ് ഫ്രം എബോവ്. വീണ്ടും അതാ നേരത്തെ കേട്ട അതേ ശബ്ദം മുകളിൽ നിന്ന് വീണ്ടും വന്നു. ഐ ഗോട്ട് അപ്പ്, ലിറ്റ് എ ബീഡി ആൻഡ് പേസ്ഡ് അപ്പ് ആൻഡ് ഡൗൺ ദ റൂം. ഞാൻ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് ഒരു ബീഡി കത്തിച്ച് മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ലിറ്റ് മീൻസ് ലൈറ്റഡ്, പേസ്ഡ് മീൻസ് വാക്ഡ്. ദെൻ അനദർ ലവ്ലി തോട്ട് സ്ട്രക്ക് മീ. അപ്പോഴാണ് എൻ്റെ മനസ്സിൽ മറ്റൊരു മനോഹരമായ ചിന്ത കടന്നു വന്നത്. ലവ്ലി, ബ്യൂട്ടിഫുൾ, അട്രാക്റ്റീവ്. സ്ട്രക്ക് മീ എന്ന് പറഞ്ഞാൽ കെയിം ഇൻ ടു മൈ മൈൻഡ് എന്നർത്ഥം. ഇപ്പോൾ ഇവിടെ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത്. ഐ വുഡ് മാരി, ഞാൻ ഒരു വിവാഹം കഴിക്കും. ഐ വുഡ് ഗെറ്റ് മാരീഡ് ടു എ വുമൺ ഡോക്ടർ ഹു ഹാഡ് പ്ലെൻറ്റി ഓഫ് മണി ആൻഡ് എ ഗുഡ് മെഡിക്കൽ പ്രാക്ടീസ്. ഞാൻ നല്ല പണവും അതോടൊപ്പം തന്നെ ഗുഡ് മെഡിക്കൽ പ്രാക്ടീസ്, നല്ല മെഡിക്കൽ പ്രാക്ടീസുമുള്ള, ജോലി തിരക്കുമുള്ള, നല്ല രോഗികളൊക്കെ വരുന്ന ആ തരത്തിലുള്ള പണമുള്ള ഒരു വുമൺ ഡോക്ടറായ ഒരു സ്ത്രീയെ തന്നെ കല്യാണം കഴിക്കും. ഇതായിരുന്നു ആ മനോഹര ചിന്ത. എന്നാൽ ഷീ ഹാഡ് ടു ബി ഫാറ്റ് ഫോർ എ വാലിഡ് റീസൺ. എന്നാൽ ന്യായമായൊരു കാരണം കൊണ്ട് തന്നെ അവൾ നല്ല ഫാറ്റ് ആയിരിക്കണം, ശരീരവണ്ണമുള്ള തടിയുള്ള ഒരു പെണ്ണായിരിക്കണം. എന്തായിരുന്നു അതിനുള്ള കാരണം? ആ വാലിഡ് റീസൺ എന്തായിരുന്നു? ഇഫ് ഐ മെയ്ഡ് സം സില്ലി മിസ്റ്റേക്ക് ആൻഡ് നീഡഡ് ടു റൺ അവേ, ഷീ ഷുഡ് നോട്ട് ബി ആബിൾ ടു റൺ ആഫ്റ്റർ മീ ആൻഡ് ക്യാച്ച് മീ. ഞാൻ എന്തെങ്കിലും ചെറിയ അബദ്ധം ചെയ്ത് അവളിൽ നിന്ന് ഓടി രക്ഷപ്പെടണമെന്ന് കരുതിയാൽ അവൾക്ക് എൻ്റെ പിന്നാലെ ഓടാനും എന്നെ വന്ന് പിടിക്കാനും സാധ്യമാകരുത്. ആ രൂപത്തിലായിരിക്കണം അവളുടെ ശരീരഭാരം എന്നതായിരുന്നു ആ വാലിഡ് റീസൺ എന്ന് പറയുന്നത്. ഇവിടെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ സരസമായ വാക്കുകളും പ്രയോഗങ്ങളും വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. With such thoughts in my mind, I resumed my seat in the chair in front of the table. ഇത്തരം മനോഹരമായ ചിന്തകളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ വീണ്ടും ആ മേശയ്ക്ക് മുമ്പിലുണ്ടായിരുന്ന കസേരയിൽ ഇരിപ്പ് ഉറപ്പിച്ചു. റെസ്യൂംഡ് എന്ന് പറഞ്ഞാൽ നേരത്തെ നിർത്തിവെച്ച ഒരു പണി വീണ്ടും പുനരാരംഭിച്ചു എന്നർത്ഥം. എന്ന് വെച്ചാൽ അദ്ദേഹം നേരത്തെ അവിടെ ഇരിക്കുകയായിരുന്നു, അതിനുശേഷം അല്പസമയം നടന്നു, വീണ്ടും ഇരിപ്പ് തുടർന്നു എന്നർത്ഥം. There were no more sounds from above. ഇപ്പോൾ മുകളിൽ നിന്ന് ശബ്ദമൊന്നും കേൾക്കുന്നില്ല. Suddenly there came a dull thud as if a rubber tube had fallen to the ground. പെട്ടെന്നതാ ഒരു റബ്ബർ ട്യൂബൊക്കെ താഴെ ഗ്രൗണ്ടിലേക്ക് വീഴുന്ന പോലുള്ള ഒരു തഡ്, വീഴുന്ന ശബ്ദം എനിക്ക് കേൾക്കാൻ സാധിച്ചു. ഡൾ തഡ്, കേൾക്കാൻ ഭംഗിയില്ലാത്ത തരത്തിലുള്ള ഒരു ശബ്ദം. ഷുവർലി നത്തിങ് ടു വറി അബൌട്ട്. എന്നാൽ അതിനെക്കുറിച്ച് പേടിക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് മനസ്സ് പറഞ്ഞു. ഈവൻ സോ ഐ തോട്ട് ഐ വുഡ് ടേൺ അറൗണ്ട് ആൻഡ് ടേക്ക് എ ലുക്ക്. എന്നിരുന്നാലും വീണ്ടും മനസ്സിൽ തോന്നി ഒന്ന് തിരിഞ്ഞു നോക്കിക്കളയാം, എന്താണ് വീണത് എന്ന് കാണാൻ വേണ്ടി ഒന്ന് തിരിഞ്ഞു നോക്കാം എന്ന് മനസ്സിൽ തോന്നി. നോ സൂണർ ഹാഡ് ഐ ടേൺഡ് ദാൻ എ ഫാറ്റ് സ്നേക്ക് wriggled over the back of the chair and landed on my shoulder. ഞാൻ എന്താണ് വീണതെന്ന് നോക്കാൻ വേണ്ടി അങ്ങ് തിരിഞ്ഞില്ല, അപ്പോഴേക്കും ഒരു പാമ്പ് വളഞ്ഞ് പൊളഞ്ഞ് ഇഴഞ്ഞ് എൻ്റെ കസേരയുടെ പിറകുവശത്തു കൂടെ ഇഴഞ്ഞു വന്ന് എൻ്റെ
ചുമലിലേക്ക് തന്നെ അത് ലാൻഡ് ചെയ്തു, അതങ്ങ് വീണു. റിഗിൾഡ് എന്ന് പറഞ്ഞാൽ വളഞ്ഞു പൊളഞ്ഞ്, ട്വിസ്റ്റഡ് ആൻഡ് ടേൺഡ്, വളഞ്ഞു പൊളഞ്ഞ് പാമ്പ് സഞ്ചരിക്കുന്ന പോലെ ഇഴഞ്ഞു നീങ്ങി എന്നർത്ഥം. The snakes landing on me and my turning were simultaneous. എൻ്റെ തിരിഞ്ഞു നോട്ടവും പാമ്പിൻ്റെ ലാൻഡിങ്ങും ഒരുമിച്ച് സംഭവിച്ച പോലെയായിരുന്നു. സിമൾട്ടേനിയസ് എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ ഒരേ സമയം സംഭവിച്ചു, അത്തരത്തിലുള്ള പ്രവൃത്തികൾക്കാണ് സിമൾട്ടേനിയസ് എന്ന് പറയാം. സിമൾട്ടേനിയസ് എന്നോ സൈമൾട്ടേനിയസ് എന്നോ അത് ഉച്ചരിക്കാം. സൈമൾട്ടേനിയസ് എന്നുള്ളത് ഒരു അമേരിക്കൻ പ്രൊനൗൺസിയേഷനാണ്, അമേരിക്കൻ ഇംഗ്ലീഷിൽ കൂടുതൽ ഉപയോഗിക്കും. I didn't jump, I didn't tremble, I didn't cry out. ഞാൻ ഈ അവസ്ഥയിലും ചാടി എഴുന്നേറ്റില്ല. I didn't tremble, ഞാൻ പേടിച്ച് വിറച്ചില്ല. And didn't cry out, ഞാൻ ആർപ്പ് വിളി കൂട്ടിയില്ല. There was no time to do any such thing. അത്തരം ഒരു കാര്യം ചെയ്യാൻ എനിക്ക് സമയമുണ്ടായിരുന്നില്ല, സമയം കിട്ടിയിരുന്നില്ല എന്നതായിരുന്നു ശരി. The snake slithered along my shoulder and coiled around my left arm above the elbow. എൻ്റെ ചുമലിലൂടെ ആ പാമ്പ് ഇഴഞ്ഞു നീങ്ങി എൻ്റെ കൈമുട്ടിന് മുകളിലായിട്ട് ഇടത്തെ കൈയിൽ അത് ചുറ്റി വരിഞ്ഞ് കിടന്നു. സ്ലിതേർഡ് എന്ന് പറഞ്ഞാൽ ഒരു പാമ്പ് സഞ്ചരിക്കുന്ന പോലെ ഇഴഞ്ഞു നീങ്ങി എന്നാണ് അതിൻ്റെ അർത്ഥം. ദ ഹുഡ് വാസ് സ്പ്രെഡ് ഔട്ട്, അതിൻ്റെ പത്തി അത് വികസിപ്പിച്ചു വിടർത്തി നിന്നു. ആൻഡ് ഇറ്റ്സ് ഹെഡ് വാസ് ഹാർഡ്ലി 3 or 4 inches ഫ്രം മൈ ഫേസ്, അതിൻ്റെ തല എൻ്റെ മുഖത്ത് നിന്ന് കഷ്ടിച്ച് 3-4 ഇഞ്ച് മാത്രം അകലെയായി അതങ്ങനെ നിൽപ്പുറപ്പിച്ചു. It would not be correct to say merely that I sat there holding my breath. ഞാൻ എൻ്റെ ശ്വാസം അടക്കി പിടിച്ചിരുന്നു എന്ന് മാത്രം പറഞ്ഞാൽ അത് പൂർണ്ണ അർത്ഥത്തിൽ ശരിയാകില്ല. എന്ന് വെച്ചാൽ അതിനേക്കാളും മോശമായിരുന്നു എൻ്റെ അവസ്ഥ. സാധാരണ നമ്മൾ പറയുന്നതാണ് പേടിച്ച് ശ്വാസം പോലും പിടിച്ചിരുന്നു എന്നുള്ളത്. എന്നാൽ മിയർലി അത് മാത്രമല്ലായിരുന്നു എൻ്റെ അവസ്ഥ. അതത്ര ശരിയായൊരു വിവരണമല്ല. മിയർലി എന്ന് പറഞ്ഞാൽ വെറും, അത്രമാത്രം എന്നൊക്കെ അർത്ഥം. I was turned to stone. ഞാൻ ഒരു കല്ലായി മാറിയിട്ടുണ്ടായിരുന്നു. ശ്വാസമെടുക്കാത്ത ഒരു കല്ല് പോലെയായി എൻ്റെ അവസ്ഥ. ബട്ട് മൈ മൈൻഡ് വാസ് വെരി ആക്റ്റീവ്. എന്നാൽ എൻ്റെ മനസ്സ് ഇപ്പോഴും വളരെ ആക്റ്റീവായിരുന്നു. മനസ്സ് പതറിയിരുന്നില്ല എന്നർത്ഥം. ദ ഡോർ ഓപ്പൺഡ് ഇൻ ടു ദ ഡാർക്ക്നെസ്. പുറത്തെ ഇരുട്ടിലേക്ക് വാതിൽ ഇങ്ങനെ തുറന്നു കിടക്കുന്ന അവസ്ഥ തന്നെയായിരുന്നു. ദ റൂം വാസ് ഫിൽഡ് വിത്ത് ഡാർക്ക്നെസ്. റൂമിനകത്തും ഇരുട്ടിപ്പോൾ നിറഞ്ഞിട്ടുണ്ട്. ഇൻ ദ ലൈറ്റ് ഓഫ് ദ ലാമ്പ്, ആ വിളക്കിൻ്റെ ചെറിയ വെളിച്ചത്തിൽ, ഐ സാറ്റ് ദർ ലൈക്ക് എ സ്റ്റോൺ ഇമേജ് ഇൻ ദ ഫ്ലഷ്. ഞാൻ ഒരു മാംസത്തിൽ തീർത്ത മനുഷ്യനാണെങ്കിലും ഒരു സ്റ്റോൺ ഇമേജ്, കൽ പ്രതിമ പോലെ, കല്ലിൽ കൊത്തിയ ഒരു ശില്പം പോലെ ഞാൻ ആ ചെറിയ അരണ്ട വെളിച്ചത്തിൽ അങ്ങനെ ഇരുന്നു. ഐ ഫെൽറ്റ് ദെൻ ദ ഗ്രേറ്റ് പ്രസൻസ് ഓഫ് ദ ക്രിയേറ്റർ ഓഫ് ദിസ് വേൾഡ് ആൻഡ് ദിസ് യൂണിവേഴ്സ്. ഈ പ്രപഞ്ചത്തിൻ്റെ, ഈ ലോകത്തിൻ്റെ സൃഷ്ടാവിൻ്റെ മഹത്തായ സാന്നിധ്യത്തെക്കുറിച്ച് അപ്പോൾ എനിക്ക് ബോധ്യമായി. ഗോഡ് വാസ് ദർ. തീർച്ചയായിട്ടും ദൈവമുണ്ട്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇപ്പോൾ ഇവിടെയുമുണ്ട് എന്നെനിക്ക് തോന്നി. ക്രിയേറ്റർ, സൃഷ്ടാവ്, ദൈവം എന്നർത്ഥം. സപ്പോസ് ഐ സെഡ് സംതിങ് ആൻഡ് ഹി ഡിഡ് നോട്ട് ലൈക്ക് ഇറ്റ്. ഇതുവരെ ദൈവത്തെ വിളിച്ചിട്ടില്ലാത്ത ഞാൻ ഇപ്പോൾ ദൈവത്തെ വിളിച്ച് ആ ദൈവത്തിന് അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് കരുതുക. എന്ത് സംഭവിക്കും? സപ്പോസ് അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു ക്രിറ്റിസിസം, ഒരു പരിഹാസം, സർക്കാസം ശരിക്കും വിദ്യാർത്ഥികൾ മനസ്സിലാക്കണം. ദൈവത്തെ വിളിക്കാത്ത ആളുകൾ, ദൈവത്തിൽ വിശ്വാസമില്ലാത്ത ആളുകൾ ഒരു കഷ്ടപ്പാടിൽ അകപ്പെടുമ്പോൾ, ഒരു അപകടത്തിൽ ചെന്ന് വിടുമ്പോഴൊക്കെ ദൈവത്തെ വിളിക്കുന്നതിലെ പരിഹാസം ഈ വാചകങ്ങളിൽ ഉണ്ട്. I tried in my imagination to write in bright letters outside my little heart the words of God. അതുകൊണ്ട് തന്നെ ഞാൻ ദൈവത്തെ വിളിച്ചില്ല. പകരം I tried in my imagination, എൻ്റെ ഭാവനയിൽ ഞാൻ ഒരു ശ്രമം നടത്തി. വിളിക്കുന്നതിന് പകരം എൻ്റെ ഹൃദയത്തിൻ്റെ പുറത്ത്, എൻ്റെ കൊച്ചു ഹൃദയത്തിൻ്റെ പുറത്ത്, ഇൻ ബ്രൈറ്റ് ലെറ്റേഴ്സ്, നല്ല തിളങ്ങുന്ന അക്ഷരത്തിൽ ഓ ഗോഡ് എന്ന് എഴുതി വെക്കാൻ ഞാൻ ശ്രമം നടത്തി. There was some pain in my left hand. പാമ്പ് ചുറ്റിയിരുന്ന ആ ഇടത് കൈയിൽ അല്പം വേദന തുടങ്ങിയിട്ടുണ്ടായിരുന്നു. It was as if a thick leaden rod. ആ വേദന ഒരു ലെഡൻ റോഡ്, ഈയം കൊണ്ടുണ്ടാക്കിയ ദണ്ട് അല്ലെങ്കിൽ ലോഹ ദണ്ട്
അതുകൊണ്ട് പ്രഹരമേൽപ്പിച്ചുണ്ടാകുന്ന വേദന പോലെ ആയിരുന്നു? നോ, അങ്ങനെ പറഞ്ഞാൽ പോരാ, അത്രയും ആയിരുന്നില്ല, അതിൽ കൂടുതലായിരുന്നു. എ റോഡ് മെയ്ഡ് ഓഫ് മോൾട്ടൺ ഫയർ. ലോഹം ഉരുക്കിയുണ്ടാക്കിയ, മോൾട്ടൺ ഫയർ എന്ന് പറഞ്ഞാൽ ലിക്വിഫൈഡ് മെറ്റൽ, ലോഹം ഉരുക്കി, ഇരുമ്പ് അല്ലെങ്കിൽ ഈയം ഒക്കെ ഉരുക്കി ഉണ്ടാക്കിയ, അതിൽ നിന്നുണ്ടാക്കുന്ന ഒരു റോഡ്, ദണ്ട്, അതുകൊണ്ടുണ്ടാക്കുന്ന പോലെ ശക്തമായ ഒരു വേദനയായിരുന്നു അനുഭവപ്പെട്ടിരുന്നത്. അങ്ങനെയുള്ള ആ വേദന സ്ലോലി, അത് വളരെ ക്രമേണയാണ് വളർന്നു വരുന്നത്, ബട്ട് പവർഫുള്ളി, എന്നാൽ ശക്തമായിട്ടും അത് അനുഭവപ്പെടാൻ തുടങ്ങിയിരുന്നു. ക്രഷിങ് മൈ ആം, എൻ്റെ കൈയിനെ ഞെരിക്കുന്ന പോലെ. ക്രഷ് എന്ന് പറഞ്ഞാൽ പിടിച്ച് ഞെരിക്കുക, ആ ഒരു അവസ്ഥയിലായിരുന്നു ആ വേദന. ക്രമേണയാണെങ്കിലും ശക്തമായിട്ട് വളർന്നു വരാൻ തുടങ്ങുന്നുണ്ടായിരുന്നു. ദി ആം വാസ് ബിഗിനിങ് ടു ബി ഡ്രെയിൻഡ് ഓഫ് ഓൾ സ്ട്രെങ്ത്. എൻ്റെ കൈ, അതിൻ്റെ എല്ലാ ശക്തിയും ചോർന്നു പോകുന്ന പോലെ എനിക്ക് അനുഭവപ്പെടാൻ തുടങ്ങി. ഡ്രെയിൻഡ്, ചോർന്നു പോയി. വാട്ട് കുഡ് ഐ ഡു? എനിക്കിപ്പോൾ എന്ത് ചെയ്യാൻ കഴിയും എന്ന ഒരു ചോദ്യം എൻ്റെ മനസ്സിൽ ഉയർന്നു. അറ്റ് മൈ സ്ലൈറ്റസ്റ്റ് മൂമെന്റ് ദ സ്നേക്ക് വുഡ് സ്ട്രൈക്ക് മീ. വളരെ നിസ്സാരമായ എൻ്റെ ഒരു ചലനം പോലും പാമ്പ് എന്നെ കൊത്താൻ ഇടയാക്കിയേക്കാം. സ്ലൈറ്റസ്റ്റ് മൂമെന്റ്, ഏറ്റവും നിസ്സാരമായ ഒരു ചലനം. ഡെത്ത് ലേർക്ക്ഡ് 4 inches away. മരണം 4 ഇഞ്ച് മാത്രം അകലെ പതിയിരിക്കുകയായിരുന്നു. ലേർക്ക്ഡ്, വെയിറ്റഡ് സീക്രട്ടലി, പതിയിരുന്നു. സപ്പോസ് ഇറ്റ് സ്ട്രക്ക്, വാട്ട് വാസ് ദ മെഡിസിൻ ഐ ഹാഡ് ടു ടേക്ക്? പാമ്പെന്നെ കൊത്തി എന്ന് കരുതുക, എന്ത് മരുന്നായിരിക്കും ഞാൻ എടുക്കുക? എന്ത് മരുന്നാണ് എനിക്ക് എടുക്കാൻ സാധിക്കുക? There were no medicine in the room. റൂമിൽ ഒരു മരുന്നുകളും ഉണ്ടായിരുന്നില്ല. I was but a poor, foolish and stupid doctor. ഞാനൊരു ഡോക്ടർ ആയിരുന്നിട്ടും ഫസ്റ്റ് എയ്ഡ് മരുന്ന് പോലും റൂമിൽ കരുതിയിരുന്നില്ല എന്നോർത്ത് എനിക്ക് സ്വയം പുച്ഛം തോന്നി. ഞാനൊരു പാവം, ഒരു പമ്പര വിഡ്ഢിയായ ഡോക്ടർ ആയിരുന്നു എന്നെനിക്ക് സ്വയം തോന്നി. I forgot my danger and smiled feebly at myself. ഒരു നിമിഷ നേരത്തേക്ക് ഞാൻ എൻ്റെ അപകടം മറന്ന് എൻ്റെ വിഡ്ഢിത്തത്തെക്കുറിച്ച് ഓർത്ത് വളരെ ദുർബലമായി ഒന്ന് പുഞ്ചിരിച്ചു. ഫീബ്ലി എന്ന് പറഞ്ഞാൽ വളരെ വീക്കായിട്ട്, ദുർബലമായി, ശക്തിയില്ലാത്ത ഒരു ചിരി എൻ്റെ മുഖത്ത് അപ്പോൾ വന്നു. ഇറ്റ് സീംഡ് ആസ് ഇഫ് ഗോഡ് അപ്രീഷിയേറ്റഡ് ദാറ്റ്. എൻ്റെ ആ വിഡ്ഢിച്ചിരി, എൻ്റെ ആ നിസ്സഹായ അവസ്ഥ എല്ലാം ദൈവത്തിന് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നി. ദ സ്നേക്ക് ടേൺഡ് ഇറ്റ്സ് ഹെഡ്. പാമ്പ് അതിൻ്റെ തല എൻ്റെ മുഖത്ത് നിന്ന് തിരിച്ചു. ഇറ്റ് ലുക്ക്ഡ് ഇൻ ടു ദ മിറർ ആൻഡ് സോ ഇറ്റ്സ് റിഫ്ലക്ഷൻ. പാമ്പ് തല തിരിച്ച് നോക്കിയത് നേരെ കണ്ണാടിയിലേക്കാണ്. അത് അതിൻ്റെ റിഫ്ലക്ഷൻ, പ്രതിബിംബം ആ കണ്ണാടിയിൽ കണ്ടു. ഐ ഡു നോട്ട് ക്ലെയിം ദാറ്റ് ഇറ്റ് വാസ് ദ ഫസ്റ്റ് സ്നേക്ക് ദാറ്റ് ഹാഡ് എവർ ലുക്ക്ഡ് ഇൻ ടു എ മിറർ. ഈ പാമ്പായിരുന്നു കണ്ണാടിയിൽ നോക്കിയ ആദ്യത്തെ പാമ്പ് എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. ക്ലെയിം, അവകാശപ്പെടുക. ബട്ട് ഇറ്റ് വാസ് സർട്ടൻ ദാറ്റ് ദ സ്നേക്ക് വാസ് ലുക്കിംഗ് ഇൻ ടു ദ മിറർ. പക്ഷെ ഒരു കാര്യം ഉറപ്പായിരുന്നു, പാമ്പ് വെറുതെ നോക്കുകയല്ല, മനഃപൂർവ്വം കണ്ണാടിയിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. വാസ് ഇറ്റ് അഡ്മയറിംഗ് ഇറ്റ്സ് ഓൺ ബ്യൂട്ടി? ഈ പാമ്പും അതിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചു കൊണ്ടിരിക്കുകയായിരുന്നുവോ? വാസ് ഇറ്റ് ട്രൈങ് ടു മേക്ക് ആൻ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ അബൌട്ട് ഗ്രോയിങ് എ മസ്റ്റാഷ്? ആ പാമ്പും ഞാൻ നേരത്തെ എടുത്ത പോലുള്ള ഒരു നേരിയ മീശയൊക്കെ വെക്കാനുള്ള ഒരു തീരുമാനം എടുത്തുകൊണ്ട് കണ്ണാടിയിൽ നോക്കിയിരിക്കുകയാണോ? ഓർ യൂസിങ് ഐ ഷാഡോ? അതല്ലെങ്കിൽ കണ്ണെഴുതാനും മസ്കാര, കൺമഷിയൊക്കെ ഉപയോഗിച്ച് ഐ ഷാഡോ തീർത്ത് കണ്ണിൻ്റെ ചുറ്റുവട്ടമൊക്കെ കറുപ്പിച്ച് കണ്ണെഴുതാനുള്ള തീരുമാനം എടുക്കുകയാണോ? ഓർ വിയറിങ് എ വെർമേലിയൻ സ്പോട്ട് ഓൺ ഇറ്റ്സ് ഫോർഹെഡ്? അതുമല്ല, അതിൻ്റെ നെറ്റിത്തടത്തിൽ ഒരു സിന്ദൂരപ്പൊട്ട് ചാർത്തണം എന്നൊക്കെയുള്ള തീരുമാനം എടുക്കുകയായിരുന്നോ? എൻ്റെ മനസ്സിൽ ചിന്തകൾ ചോദ്യങ്ങളായിട്ട് ഉയർന്നു. മസ്കാര എന്ന് പറഞ്ഞാൽ കൺമഷി, വെർമീലിയൻ സ്പോട്ട്, വെർമീലിയൻ എന്ന് പറഞ്ഞാൽ ബ്രൈറ്റ് റെഡ് കളർ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഒരു സിന്ദൂരം, വെർമീലിയൻ സ്പോട്ട്, സിന്ദൂര പൊട്ട് എന്നൊക്കെയാണ് അർത്ഥം. ഐ ഡിഡ് നോട്ട് നോ എനിത്തിങ് ഫോർ സർട്ടൻ. എൻ്റെ മനസ്സിൽ ഉയർന്ന ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം എനിക്കറിയുമായിരുന്നില്ല. ഒരു കാര്യവും എനിക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കുമായിരുന്നില്ല. വാട്ട് സെക്സ് വാസ് ദ സ്നേക്ക്? വാസ് ഇറ്റ് മെയിൽ ഓർ ഫീമെയിൽ? ഈ സർപ്പത്തിൻ്റെ ലിംഗഭേദം എന്തെന്ന് പോലും എനിക്കറിയുമായിരുന്നില്ല. അത് മെയിലാണോ ഫീമെയിലാണോ എനിക്കറിയുമായിരുന്നില്ല. ഐ വിൽ നെവർ നോ. ഇനി ഞാൻ അറിയാനും പോകുന്നില്ല. ഫോർ ദ സ്നേക്ക് അൺവൗണ്ട് ഇറ്റ്സെൽഫ് ഫ്രം മൈ ആം ആൻഡ് സ്ലോലി സ്ലിതേർഡ് ഇൻ ടു മൈ ലാപ്പ്.
കാരണം പാമ്പ് ക്രമേണ എൻ്റെ കൈത്തണ്ടയിൽ നിന്നും ചുരുളഴിച്ച് അത് എൻ്റെ മടിത്തട്ടിലേക്ക്, എൻ്റെ മടിയിലേക്ക് ഇഴഞ്ഞു നീങ്ങി. അൺവൗണ്ട് എന്ന് പറഞ്ഞാൽ അൺകോയിൽഡ്, ചുരുളഴിച്ചു, ചുറ്റ് അഴിച്ചു. സ്ലിതേർഡ് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഇഴഞ്ഞു നീങ്ങി. ഇൻ ടു മൈ ലാബ്, എൻ്റെ മടിയിലേക്ക് അത് ഇഴഞ്ഞു നീങ്ങി. ലാബ് എന്ന് പറഞ്ഞാൽ മടിത്തട്ട്. ഫ്രം ദർ ഇറ്റ് ക്രെപ്റ്റ് ഓൺ ടു ദി ടേബിൾ ആൻഡ് മൂവ്ഡ് ടുവാർഡ്സ് ദി മിറർ. എൻ്റെ മടിയിൽ നിന്ന് പിന്നെ അത് മേശപ്പുറത്തേക്ക് ഇഴഞ്ഞു നീങ്ങി അവിടെ നിന്ന് കണ്ണാടിക്കരികിലേക്ക് നീങ്ങുകയും ചെയ്തു. ക്രെപ്റ്റ്, ക്രീപ്പ് എന്നതിന്റെ പാസ്റ്റ് ടെൻസ്, ഇഴഞ്ഞു നീങ്ങി. പെർഹാപ്സ് ഇറ്റ് വാണ്ടഡ് ടു എൻജോയ് ഇറ്റ്സ് റിഫ്ലക്ഷൻ അറ്റ് ക്ലോസർ ക്വാർട്ടേഴ്സ്. ഒരുപക്ഷെ അതിന് അതിന്റെ സൗന്ദര്യം അല്ലെങ്കിൽ അതിന്റെ റിഫ്ലക്ഷൻ കുറച്ചുകൂടെ അടുത്ത് നിന്നുകൊണ്ട് ആസ്വദിക്കണം എന്നുണ്ടായിരുന്നു എന്ന് കരുതാം. ക്ലോസർ ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ അടുത്ത് നിന്നുള്ള ഒരു സ്ഥാനത്ത് നിന്ന്, അരികെ നിന്നുകൊണ്ട് എന്നൊക്കെ അർത്ഥം. ഐ വാസ് നോ മിയർ ഇമേജ് കട്ട് ഇൻ ഗ്രാനൈറ്റ്. ഞാനിപ്പോൾ വെറും ഒരു കരിങ്കൽ ശില്പമല്ല. ഇമേജ്, ശില്പം, രൂപം. ഐ വാസ് സഡൻലി എ മാൻ ഓഫ് ഫ്ലഷ് ആൻഡ് ബ്ലഡ്. ഞാൻ വളരെ പെട്ടെന്ന് തന്നെ ഒരു സാധാരണ മനുഷ്യനെ പോലെയായി തീർന്നു. എ മാൻ ഓഫ് ഫ്ലഷ് ആൻഡ് ബ്ലഡ്, എ നോർമൽ പേഴ്സൺ. രക്തവും മാംസവുമുള്ള മനുഷ്യൻ എന്ന് പറയുമ്പോൾ ഒരു നോർമൽ, സാധാരണ മനുഷ്യനെ പോലെയായി തീർന്നു. സ്റ്റിൽ ഹോൾഡിംഗ് മൈ ബ്രെത്ത് ഐ ഗോട്ട് അപ്പ് ഫ്രം ദ ചെയർ. എന്നാൽ ഇപ്പോഴും ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് തന്നെ ഞാൻ ആ കസേരയിൽ നിന്ന് എഴുന്നേറ്റു. ഐ ക്വയറ്റ്ലി വെന്റ് ഔട്ട് ത്രൂ ദി ഡോർ ഇൻ ടു ദി വെറാന്ത. എന്നിട്ട് ശബ്ദമുണ്ടാക്കാതെ ശാന്തമായിക്കൊണ്ട് ഞാൻ ആ തുറന്നു വെച്ചിരിക്കുന്ന വാതിലിലൂടെ പുറത്തേക്ക് വരാന്തയിലേക്ക് പോയി. ക്വയറ്റ്ലി മീൻസ് കാംലി. ഫ്രം ദർ ഐ ലീപ്ഡ് ഇൻ ടു ദ യാർഡ് ആൻഡ് റാൻ ഫോർ ഓൾ ഐ വാസ് വർത്ത്. അവിടെ നിന്ന് ഞാൻ മുറ്റത്തേക്ക് എടുത്ത് ചാടി എൻ്റെ സകല ശക്തിയും ഉപയോഗിച്ച് ഓടിപ്പോയി. ലീപ്ഡ് എന്നുള്ളത് ലീപ് എന്നതിൻ്റെ പാസ്റ്റ് ഫോമാണ്. ജംപ്ഡ്, ചാടി എന്നർത്ഥം. റാൻ ഫോർ ഓൾ ഐ വാസ് വർത്ത്. ഫോർ ഓൾ ഐ വാസ് വർത്ത് എന്നുള്ളത് ഒരു ഇഡിയോമാറ്റിക് ഫ്രേസ് ആണ്. അതിൻ്റെ അർത്ഥം സകല ശക്തിയും ഉപയോഗിച്ച് എന്നാണ് അർത്ഥം. ഇൻ ഓൾ വൺസ് കപ്പാസിറ്റി. അങ്ങനെ സകല ശക്തിയും എടുത്ത് അദ്ദേഹം ഓടിപ്പോയി. ഈച്ച് ഓഫ് us heaved a sigh of relief. ഞങ്ങളിൽ ഓരോരുത്തരും ആശ്വാസത്തിന്റെ ഒരു നെടുവേർപ്പെട്ടു. ഹീവ്ഡ് എന്ന് പറഞ്ഞാൽ റിലീസ്ഡ് എയർ. ആശ്വാസത്തിന്റെ ഒരു നെടുവീർപ്പ് പുറപ്പെടുവിച്ചു. കാരണം പാമ്പ് ചുറ്റി ഡോക്ടർ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. ആകാംക്ഷയോട് കൂടിയായിരുന്നു ഞങ്ങളെല്ലാവരും കഥ കേട്ടിരുന്നത്. ഇപ്പോൾ പാമ്പ് ഡോക്ടർ വിട്ട് ഡോക്ടർ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ആശ്വാസമായി. ഇവിടെ ഈ ഭാഗം വിശദീകരിക്കുന്നത് നമ്മുടെ ഓതറാണ്. ഓൾ ഓഫ് us lit ബീഡീസ്. ഞങ്ങളെല്ലാവരും ഓരോ ബീഡി കത്തിച്ചു. സംബഡി ആസ്ക്ഡ്. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരോ ഒരാൾ ചോദിച്ചു, ഡോക്ടർ, ഈസ് യുവർ വൈഫ് വെരി ഫാറ്റ്? ശരിക്കും നിങ്ങളുടെ ഭാര്യ ഒരു ഫാറ്റ്, തടിയുള്ള സ്ത്രീയാണോ? നോ, ദ ഡോക്ടർ സെഡ്, ഗോഡ് വിൽഡ് അതർവൈസ്. അല്ല, ഒരിക്കലുമല്ല. ദൈവം മറിച്ചാണ് വിധിച്ചത്. ഞാൻ ആഗ്രഹിച്ചത് ഒരു ഫാറ്റ് വുമൺ ആയിരുന്നു, പക്ഷേ എനിക്ക് കിട്ടിയത് നേരെ തിരിച്ചാണ്. വിൽഡ്, വിധിച്ചു എന്നർത്ഥം. ഗോഡ് വിധിച്ചത് അതർവൈസ്, നേരെ മറിച്ചാണ്. മൈ ലൈഫ് കമ്പാനിയൻ ഇസ് എ തിൻ റീഡി പേഴ്സൺ വിത്ത് എ ഗിഫ്റ്റ് ഓഫ് എ സ്പ്രിന്റർ. എൻ്റെ ജീവിത പങ്കാളി എന്നുള്ളത് വളരെ മെലിഞ്ഞ ഒരു സ്ത്രീയാണ്. മാത്രമല്ല ഒരു അത്ലറ്റിന്റെ, ഒരു ഓട്ടക്കാരിയുടെ സകല കഴിവുകളും ഉള്ള ഒരു സ്ത്രീയാണ്. ആഗ്രഹിച്ചതിന് നേരെ വിപരീതം. ലൈഫ് കമ്പാനിയൻ എന്ന് പറഞ്ഞാൽ ജീവിത പങ്കാളി. തിൻ, റീഡി, മെലിഞ്ഞ്, റീഡി. റീഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചൂരൽ, മുള അല്ലെങ്കിൽ അതുപോലെ പുല്ല് വർഗത്തിൽപ്പെട്ട ചെടികൾക്കാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ മെലിഞ്ഞ ഒരു സ്ത്രീയാണ്. വിത്ത് എ ഗിഫ്റ്റ് ഓഫ് എ സ്പ്രിന്റർ. സ്പ്രിന്റർ മീൻസ് അത്ലറ്റ്, ഒരു സ്പോർട്സ് താരത്തിന്റെ ക്വാളിറ്റി ഉള്ള ഒരു സ്ത്രീയാണ്. സമൺ എൽസ് ആസ്ക്ഡ്. ഇത് കേട്ട് മറ്റൊരാൾ ചോദിച്ചു, ഡോക്ടർ, വെൻ യു റാൻ ഡിഡ് ദ സ്നേക്ക് ഫോളോ യു? നിങ്ങൾ ഓടിപ്പോയപ്പോൾ ആ പാമ്പ് നിങ്ങളുടെ പിന്നാലെ നിങ്ങളെ ഫോളോ ചെയ്ത് വന്നോ? മറ്റൊരാളും ചോദിച്ചു. ദ ഡോക്ടർ റിപ്ലൈഡ്, ഐ റാൻ ആൻഡ് റാൻ ടിൽ ഐ റീച്ച്ഡ് എ ഫ്രണ്ട്സ് ഹൗസ്. ആ ചോദ്യത്തിന് ഒരു മറുപടി എന്ന പോലെ ഡോക്ടർ പറഞ്ഞു, ഞാൻ ഓടി ഓടി എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലെത്തി. ഇമ്മീഡിയറ്റ്ലി ഐ സ്മിയർഡ് ഓയിൽ ഓൾ ഓവർ മൈസെൽഫ് ആൻഡ് ടുക്ക് എ ബാത്ത്. പെട്ടെന്ന് തന്നെ ഞാൻ ശരീരമാകലം ആസകലം എണ്ണ തേച്ച് ഒന്ന് കുളിച്ചു. സ്മിയർഡ് എന്ന് പറഞ്ഞാൽ സ്പ്രെഡ്, പുരട്ടി, തേച്ചു എന്നൊക്കെ അർത്ഥം. ഐ ചേഞ്ച്ഡ് ഇൻ ടു ഫ്രഷ് ക്ലോത്ത്സ്. എന്നിട്ട് പുതിയ വസ്ത്രങ്ങൾ മാറി. ദ നെക്സ്റ്റ് മോർണിംഗ് അറ്റ് അബൌട്ട്
8:30 I took my friend and one or two others to my room to move my things from there. പിറ്റേന്ന് രാവിലെ ഏകദേശം 8:30 മണിക്ക് ഞാൻ എൻ്റെ സുഹൃത്തിനെ കൂട്ടി, അതോടൊപ്പം ഒന്നോ രണ്ടോ മറ്റു വ്യക്തികളെയും കൂട്ടി എൻ്റെ റൂമിലേക്ക് വന്നു. എന്തിനാണ് വരുന്നത്? ടു മൂവ് മൈ തിങ്സ് ഫ്രം ദർ, അവിടെ നിന്ന് എൻ്റെ വസ്തുക്കൾ മാറ്റുന്നതിന് വേണ്ടി. ഇനി അവിടെ താമസിക്കേണ്ട എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. സാധനങ്ങളൊക്കെ അവിടുന്ന് മൂവ് ചെയ്യാൻ എടുത്തു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ആളെ കൂട്ടി വന്നത്. ബട്ട് വി ഫൗണ്ട് വി ഹാഡ് ലിറ്റിൽ ടു ക്യാരി. പക്ഷെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതൊരു നെഗറ്റീവ് സെന്റൻസ് ആണ്. ലിറ്റിൽ എന്നുള്ള നെഗറ്റീവ് വേർഡ് കൊണ്ടാണ് ആ നെഗറ്റീവ് മീനിങ് വരുന്നത്. ഞങ്ങൾക്ക് എടുത്തു കൊണ്ടുപോകാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. സം തീഫ് ഹാഡ് റിമൂവ്ഡ് മോസ്റ്റ് ഓഫ് മൈ തിങ്സ്. ഏതോ കള്ളൻ എൻ്റെ എല്ലാ സാധനങ്ങളും എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. റിമൂവ്ഡ് എന്ന് പറഞ്ഞാൽ എടുത്തുകൊണ്ട് പോയി എന്നർത്ഥം ഇവിടെ. ദ റൂം ഹാഡ് ബീൻ ക്ലീൻഡ് ഔട്ട്. ഒരർത്ഥത്തിൽ റൂം പരിപൂർണമായിട്ടും ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു. ഒന്നും അവിടെ ബാക്കി വെച്ചിരുന്നില്ല. ബട്ട് നോട്ട് റിയലി. എന്നാൽ യഥാർത്ഥത്തിൽ പരിപൂർണമായി ക്ലീൻ ആക്കി എന്ന് പറയാൻ വയ്യ. ദ തീഫ് ഹാഡ് ലെഫ്റ്റ് ബിഹൈൻഡ് വൺ തിങ് ആസ് എ ഫൈനൽ ഇൻസൾട്ട്. ആ കള്ളൻ ഒരു വസ്തു മാത്രം അവിടെ ഉപേക്ഷിച്ചിരുന്നു, ബാക്കി വെച്ചിരുന്നു. ഒരു ഫൈനൽ ഇൻസൾട്ട് പോലെ, എന്നെ അപമാനിക്കാൻ എന്ന പോലെ, ഒരു അവസാന അപമാനം എന്ന പോലെ ഒരു സാധനം മാത്രം ബാക്കി വെച്ചിരുന്നു. വാട്ട് വാസ് ദാറ്റ്? ഐ ആസ്ക്ഡ്. എന്തായിരുന്നു അത്? ഞാൻ ചോദിച്ചു. നമ്മുടെ ഓദർ ചോദിച്ചു. ദ ഡോക്ടർ സെഡ്, മൈ വെസ്റ്റ്, ദ ഡേർട്ടി വൺ. അതിന് ഡോക്ടർ മറുപടി പറഞ്ഞു, എൻ്റെ ആ ബനിയൻ. ഓർമ്മയുണ്ടോ? നോട്ട് സോ വൈറ്റ് എന്നൊക്കെ പറഞ്ഞ വൃത്തിയില്ലാത്ത, നിറം മങ്ങിപ്പോയ ആ ബനിയൻ, അത് മാത്രം കള്ളൻ കൊണ്ടുപോയില്ല, അതവിടെ ഉണ്ടായിരുന്നു. ദ ഫെലോ ഹാഡ് സച്ച് എ സെൻസ് ഓഫ് ക്ലീൻലിനെസ്. എന്നിട്ട് ഡോക്ടർ പറയുകയാണ്, ആ ചങ്ങാതിക്ക് നല്ല വൃത്തിബോധം ഉണ്ടായിരുന്നു. ഫെലോ എന്ന് പറഞ്ഞാൽ ആ കള്ളൻ, ആ ചങ്ങാതി. ദ റാസ്കൽ കുഡ് ഹാവ് ടേക്കൺ ഇറ്റ് ആൻഡ് യൂസ് ഇറ്റ് ആഫ്റ്റർ വാഷിംഗ് ഇറ്റ് വിത്ത് സോപ്പ് ആൻഡ് വാട്ടർ. ആ തെമ്മാടിക്ക് അതും കൂടെ എടുത്തുകൊണ്ട് പോയി സോപ്പും വെള്ളമൊക്കെ ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കി ഉപയോഗിക്കാമായിരുന്നില്ലേ? എന്തിനാണ് എന്നെ അപമാനിക്കാൻ വേണ്ടി അത് ഇവിടെ ഇട്ടേച്ച് പോയത് എന്ന രൂപത്തിൽ ഡോക്ടർ പ്രതികരിച്ചു. ഡിഡ് യു സീ ദ സ്നേക്ക് ദ നെക്സ്റ്റ് ഡേ ഡോക്ടർ? പിറ്റേന്ന് ആ പാമ്പിനെ നിങ്ങൾ അവിടെ കണ്ടുപോ ഡോക്ടർ? ഞാൻ വീണ്ടും ചോദിച്ചു. ദ ഡോക്ടർ ലാഫ്ഡ്. ഐ ഹാവ് നെവർ സീൻ ഇറ്റ് സിൻസ്. ഇറ്റ് വാസ് എ സ്നേക്ക് വിച്ച് വാസ് ടേക്കൺ വിത്ത് ഇറ്റ്സ് ഓൺ ബ്യൂട്ടി. എൻ്റെ ചോദ്യത്തിന് ചിരിച്ചുകൊണ്ടാണ് ഡോക്ടർ മറുപടി പറഞ്ഞത്. ഞാൻ ഒരിക്കലും ആ പാമ്പിനെ പിന്നീട് കണ്ടിട്ടില്ല. സ്വന്തം ശരീരത്തിൻ്റെ സൗന്ദര്യത്തിൽ ആകർഷിക്കപ്പെട്ട ഒരു പാമ്പായിരുന്നു അത്. വാസ് ടേക്കൺ വിത്ത് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് വാസ് അട്രാക്റ്റഡ് ബൈ, ആകർഷിക്കപ്പെട്ട എന്നർത്ഥം. ഇത്രയുമാണ് ദ സ്നേക്ക് ആൻഡ് ദ മിറർ എന്ന കഥയുടെ വിശദീകരണം. മഹാനായ എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ലളിതസുന്ദരമായ രചനാശൈലി, ഹാസ്യം നിറഞ്ഞ വിശദീകരണങ്ങൾ, അതിലൊക്കെ ഉപരിയായിട്ട് പ്രകൃതിയിൽ മനുഷ്യനും മറ്റു ജീവജാലങ്ങളും പരസ്പര സഹവർത്തിത്വത്തോടുകൂടി ജീവിക്കണം എന്നുള്ള മഹത്തായ ഒരു സന്ദേശം, ഇതെല്ലാം ഈ കഥയിൽ അടങ്ങിയിട്ടുണ്ട്. കാര്യങ്ങളെല്ലാം വ്യക്തമായിരിക്കുമെന്നുള്ള വിശ്വാസത്തിൽ നിർത്തുന്നു. ഇംഗ്ലീഷ് എഡ്യൂസ്പോർട്ട് എഡ്യൂ വീഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.